ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ എതിരായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ പുറപ്പെടുവിച്ച ഒരു അഴിമതി ആരോപണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇവിടെ മാലിന്യം മുതൽ ദൈവത്തിന്റെ സ്വത്ത് വരെ കൊള്ളയടിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകുന്ന CPM-ന്റെ ഭരണകൂടത്തെ കുറിച്ചോ CPM-നെ കുറിച്ചോ ഒന്നും പറയാനില്ലാത്ത മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്താനാണ് ശ്രമിച്ചത്. അത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ഊരിപ്പിടിച്ച വാളുമായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയില്ല. രാജീവ് ചന്ദ്രശേഖർ വിജ്ഞാനത്തിന്റെയും മികവിന്റെയും പ്രതീകമായിട്ടുള്ള ടെക്നോക്രാറ്റ് എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ഇന്നിന്റെ കേരളത്തിനും നാളെയുടെ കേരളത്തിനും ഊരിപ്പിടിച്ച വാളല്ല ഇനി വേണ്ടത് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാത്തത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കേരളത്തിലെ ജനതയ്ക്കറിയാം, ഇനി കേരളത്തിൽ വേണ്ടത് ഊരിപ്പിടിച്ച വാളല്ല, വിജ്ഞാനവും അതോടൊപ്പം തന്നെ മികവും നേതൃശേഷിയും ഒക്കെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വ്യക്തികളാണ് വേണ്ടതെന്ന് കേരളത്തിനറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അത് ബോധ്യമാകും എന്നാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.